ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ് മക്കളെ. ഇനി നമ്മുടെ എക്സാമിനേഷൻ ആണ്, അതോ സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസ് കേൾക്കുന്ന സമയത്ത് മക്കളുടെ മനസ്സിൽ വരുന്ന ഒരു പേടിയുണ്ട്. ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്, പുതിയ ടെക്സ്റ്റ് ബുക്ക്, ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുള്ളത്. മക്കളെ, സോഷ്യൽ സയൻസിൽ മക്കൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയ ഏതാടാ? എസ് എ ക്വസ്റ്റ്യൻ അല്ലേ? ആ എസ് എ ക്വസ്റ്റ്യൻ ഇന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാലോ. ഏത് എസ് എ ക്വസ്റ്റ്യൻ ആയിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത്? ഏത് ഭാഗമാണ് മക്കൾ നിർബന്ധമായിട്ടും എസ് എ ക്വസ്റ്റ്യന് വേണ്ടി പഠിക്കേണ്ടതെന്നുള്ള ഭാഗം ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു തരാൻ പോവുകയാണ്. നമ്മുടെ മുമ്പിൽ പഠിക്കാൻ ഇനിയും ദിവസങ്ങളുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ ഒരു വീഡിയോ മുഴുവൻ മക്കൾ നിർബന്ധമായിട്ടും കാണുക, ഏറ്റവും അവസാനം വരെ കാണുക. മക്കളെ, ജിയോഗ്രഫിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ജിയോഗ്രഫിയുടെ എസ് എ ക്വസ്റ്റ്യൻ ഉണ്ടാവുക രണ്ട് ചാപ്റ്ററുകളുടെ ഉള്ളിൽ നിന്നാണ്. രണ്ട് എസ് എ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് രണ്ടും പഠിച്ചു വെക്കാം. ഏതാ വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ നിന്നാണ് എസ് എ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യത നമ്മൾ ആറാമത്തെ ചാപ്റ്റർ മാറുന്ന ഭൂമി എന്ന് പറയുന്ന ചേഞ്ചിങ് എർത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ നിന്നാണ് വരാൻ സാധ്യതയുള്ളത്. സോ അതിൽ ഏതൊക്കെ ചോദ്യങ്ങൾ മക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഞാനിതാ പറയാൻ പോകുന്നു. മക്കൾ ഒന്ന് ഫോക്കസ് ചെയ്തേക്കണം, ഒന്ന് ശ്രദ്ധിച്ചേക്കണം. മക്കളെ, നമ്മുടെ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഇടങ്ങൾ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ, ഇത് നമ്മുടെ മോഡൽ എക്സാമിനേഷൻ എസ് എ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ എക്സാമിനേഷന് വരാൻ ഇതിന് സാധ്യത ഒന്നും കൂടെ കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം മോഡൽ എക്സാമിന് ചോദിച്ച അതേ ചോദ്യങ്ങൾ അതുപോലെ എന്ത് ചെയ്യാറില്ല, സാധ്യത നമ്മൾ എസ് എ ക്വസ്റ്റ്യന്റെ ഭാഗത്ത് എന്ത് ചെയ്യാറില്ല, വരാറില്ല. സാധാരണ എന്ത് ചെയ്യാറ് വരാറില്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട, അവിടേക്ക് മക്കൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട. ജസ്റ്റ് മക്കൾ എന്ത് ചെയ്യുക, വായിച്ചു വെക്കാം. ഇവിടുത്തെ ഒരു 4 മാർക്കിന്റെ ചോദ്യമൊക്കെയാണ് മക്കളെ പ്രതീക്ഷിക്കേണ്ടത്. എന്നാൽ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്ന ആഗോള മർദ്ദ മേഖലകൾ, എന്റെ മനസ്സ് പറയുന്നതിനനുസരിച്ചിട്ട് ആഗോള മർദ്ദ മേഖലകൾ എന്ന് പറയുന്ന ഗ്ലോബൽ പ്രഷർ ബെൽറ്റിന്റെ ഭാഗത്തു നിന്നുള്ള എസ് എ ക്വസ്റ്റ്യൻ ആണ് മക്കളെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത്. സോ അതുകൊണ്ട് അങ്ങനെ എങ്ങാനും ചോദ്യം വന്നാൽ ആദ്യം തന്നെ ഇതിനെ കൃത്യമായിട്ട് വരച്ചു വെക്കുക എന്നുള്ളതാണ്. മക്കളെ, ഇത് വരയ്ക്കുന്ന സമയത്തുള്ള ഐഡിയ മക്കൾക്ക് അറിയാലോ. ആദ്യം നമ്മൾ എർത്ത് വരയ്ക്കുന്നു. എർത്ത് വരച്ചിട്ട് കറക്റ്റ് സെന്ററിലൂടെ ഒരു ലൈൻ വരയ്ക്കുന്നു. ആ സെന്ററിലൂടെ വരച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഏതാണ് മക്കളെ, അത് ഇക്വേറ്റർ ആണ്, ഭൂമധ്യരേഖയാണ്. അടുത്തത് 30, 60, 90. എങ്ങനെ ഓർഡർ? 30, 60, 90. മുകളിലും താഴെയും 30, 60, 90. എന്നിട്ട് ഏറ്റവും സെന്ററിലുള്ള നമ്മൾ പേര് കൊടുക്കുന്നു ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അത് ആദ്യം തന്നെ പഠിച്ചു വെക്കാം. ഇക്വറ്റോറിയൽ ഭൂമധ്യരേഖയിൽ ലോ പ്രഷർ ന്യൂനമർദ്ദം വരാനുള്ള കാരണം എന്താണ്, അതും കൂടെ അതിന്റെ ഡീറ്റെയിൽ പഠിച്ചു വെക്കണം. കാരണം അതിന്റെ ഈ ഡീറ്റെയിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും. ഇക്വറ്റോറിയൽ ഭൂമധ്യരേഖയിൽ ലോ പ്രഷർ വരാനുള്ള കാരണം എന്താണ്? സൺ ഈസ് ആൾവേസ് വെർട്ടിക്കൽ. സൂര്യപ്രകാശം നേരിട്ട് എപ്പോഴും ലഭിക്കുന്ന പ്രദേശമാണ്. സർ, ദർ ഇസ് ദ ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ. അവിടെ ചൂട് കൂടുതലായിരിക്കും. ഇഫ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ്. താപം കൂടുതലാണെങ്കിൽ മർദ്ദം കുറയും. അതുകൊണ്ട് തന്നെ അവിടെ ലോ പ്രഷർ ആയിരിക്കും. അപ്പൊ അതിന്റെ റീസൺ നമ്മൾ എഴുതി വെച്ചു. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ലോ ആയതുകൊണ്ട് തൊട്ടുപ്പുറം ഹൈ പ്രഷർ. അപ്പൊ എന്ത് ചെയ്യുന്നു, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ. ഇവിടെ ഹൈ ആയതുകൊണ്ട് അടുത്ത് ഇവിടെയും ലോ പ്രഷർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സബ് പോളാർ ലോ പ്രഷർ, സബ് പോളാർ ലോ പ്രഷർ. ഏറ്റവും അവസാനത്തെ ഇവിടെ ലോ ആയതുകൊണ്ട് അടുത്തത് ഹൈ. അപ്പൊ എന്ത് ചെയ്തു, ഒരു ലോ കഴിഞ്ഞാൽ രണ്ട് സൈഡും ഹൈ ആയിരിക്കും. ഹൈ കഴിഞ്ഞാൽ പിന്നെ ലോ ആയിരിക്കും, പിന്നെ ഹൈ ആയിരിക്കും. അപ്പൊ മലയാളത്തിലാണെങ്കിൽ നമ്മൾ നോക്കാം, ഇവിടെ ന്യൂനമർദ്ദമാണ്, മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. അതുകൊണ്ട് ഇവിടെ രണ്ടിടത്തും ഉച്ചമർദ്ദം. ഉച്ചമർദ്ദം കഴിഞ്ഞാൽ വീണ്ടും ന്യൂനമർദ്ദം, ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല. അത് കഴിഞ്ഞാൽ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയാണ്. ഇനി ഓരോന്നും വരാനുള്ള റീസൺസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാരത്തോണുകളിൽ നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യും. നമ്മുടെ ലേൺ വിത്ത് മാസ്റ്റേഴ്സ് വരാനുണ്ട്. അതിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റായി ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ വരാനുള്ള കാരണം, അഥവാ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല വരാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇക്വറ്റോറിയൽ ഏരിയ ഭൂമധ്യരേഖ ഉണ്ടല്ലോ, അവിടെ നിന്ന് ചൂടായി ഉയരുന്ന വായു എന്ത് ചെയ്യുന്നു, സബ്സിഡൈസ് ടു ദ സബ് ട്രോപ്പിക്കൽ റീജിയൻ. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപോഷ്ണ മേഖലയിലേക്ക് തണുത്തിട്ട് താഴ്ന്നിറങ്ങുന്നതുകൊണ്ടാണ് അവിടെ ഉച്ചമർദ്ദം വന്നത്. എന്നാൽ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല, സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ് വരാനുള്ള കാരണം എന്താ അറിയോ? ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് എർത്ത്, ഭൂമിയുടെ ഭ്രമണം കാരണമായിട്ട് എയർ ത്രോൺ അവേ ഫ്രം ദർ, അവിടുത്തെ വായുവിന്റെ എയർ ചുയറ്റി എറിയുന്നു. എയർ ത്രോൺ അവേ എന്ന് പറയുന്നത്, ആ ചുയറ്റി എറിയുന്നത് കൊണ്ടാണ് അവിടെ ലോ പ്രഷർ വന്നത്. ഏറ്റവും അവസാനത്തെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല, സിമ്പിൾ ആണ്. ദ സോളാർ റൈസസ് റീച്ചിങ് ദർ ഈസ് വെരി ലോ. അവിടേക്ക് സൂര്യപ്രകാശം കിട്ടുന്നതിന്റെ അളവ് വളരെ കുറവാണ്. സോ ദസ് ടെമ്പറേച്ചർ ഈസ് വെരി ലോ. ടെമ്പറേച്ചർ വളരെ കുറവാണ്. ഇഫ് ദ ടെമ്പറേച്ചർ ഡിക്രീസസ് പ്രഷർ ഇൻക്രീസസ്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഏറ്റവും എളുപ്പത്തിന് മാർക്ക് വാങ്ങാൻ ഐഡിയയും കൂടെ പറഞ്ഞിട്ട്, പരീക്ഷയ്ക്ക് നിങ്ങളോടെങ്ങാനും നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ആഗോള മർദ്ദ മേഖലകൾ ഏതൊക്കെ എഴുതുക, ചിത്രം വരച്ചിട്ട് നമ്മൾ എഴുതി കൊടുത്തു. എന്നിട്ട് നമ്മളോട് പറയാം എക്സ്പ്ലെയിൻ എനി ടു, ഏതെങ്കിലും രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ മക്കൾ എഴുതി വെച്ചാൽ മതിയോ. മക്കൾ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റും പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൻ്റെയും ഡീറ്റെയിൽ എഴുതി വെച്ചാൽ മതി. കാരണം എന്താ, രണ്ടും ടെമ്പറേച്ചറാണ്. അതുകൊണ്ട് നമുക്ക്
നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ബാക്കിയുള്ളതിൻ്റെ മാതിരി കുഞ്ഞു കുഞ്ഞു കൺഫ്യൂഷൻസും കാര്യങ്ങളൊന്നും വരില്ല. എല്ലാം പഠിച്ചു വെക്കണം. ഏറ്റവും എളുപ്പത്തിൽ എഴുതാനുള്ള ഐഡിയ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുന്ന സമയത്ത് ഏറ്റവും നൈസായിട്ട് വേഗത്തിൽ പഠിക്കാനുള്ള ഐഡിയാസ് ആണല്ലോ നമ്മൾ നോക്കുന്നത്. അതാ പറഞ്ഞത്. എന്നാൽ അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ഏരിയ ആണ് ഘനീകരണം, കണ്ടൻസേഷൻ. മേ ബി പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഒരു ചെറിയൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഒരു essay ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് മക്കളെ 4 തരത്തിലുള്ള ഒന്ന് ഡ്യൂ, തുഷാരമാണ്. തുഷാരം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, വെള്ളത്തുള്ളികൾ എന്താണ് ഈ തണുത്ത പ്രതലങ്ങളിൽ പറ്റി പിടിക്കുന്നതിനാണ് ഡ്യൂ എന്ന് പറയാറ്. രണ്ടാമത്തെ ഫ്രോസ്റ്റ് എന്ന് പറയും, ഹിമം എന്ന് പറയും. ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഹിമം എന്നാണ്. അവിടെ ടൈനി ഐസ് പാർട്ടിക്കിൾസ്, ചെറിയ ചെറിയ ഐസ് കഷ്ണങ്ങളായിട്ട് നിൽക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫ്രോസ്റ്റ് എന്ന് പറയുന്നത്. ഫോഗ് ഓർ മിസ്റ്റ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ലോവർ അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ അന്തരീക്ഷത്തെ താഴ്ന്ന വിധാനങ്ങൾ എന്ത് ചെയ്യുന്നു, ഡസ്റ്റ് പാർട്ടിക്കിൾസ് നമ്മുടെ പൊടിപടലങ്ങളിൽ പറ്റി പിടിക്കുന്നതാണ് മിസ്റ്റ് ഓർ ഫോഗ് എന്ന് പറയുന്നത്. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലേക്ക് എന്ത് ചെയ്യുന്നു, രൂപം കൊള്ളുന്നതാണ്. ക്ലൗഡിലെ 4 തരത്തിലുള്ള ക്ലൗഡുകൾ, മേഘങ്ങളും മക്കൾ പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ്? സിറസ് ക്ലൗഡ്, സ്റ്റിമുലസ് ക്ലൗഡ്, നിംബസ് ക്ലൗഡ്, സ്റ്റാറ്റസ് ക്ലൗഡ്. ഇത് മേ ബി പരീക്ഷയ്ക്ക് 2 മാർക്കിന് അവിടെ നിന്നും ചോദ്യം ചോദിക്കാം. ശ്രദ്ധിക്കണേ. ഏറ്റവും അവസാനമായിട്ട് ആ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ റെയിൻഫാൾ ആണ്, മഴയാണ്. മഴയുടെ ഭാഗത്ത് നിന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെയിൻഫാൾ ഉണ്ടല്ലോ. ഒന്നാമത്തെ ഓറോഗ്രാഫിക് റെയിൻഫാൾ, പർവ്വത മഴ എന്ന് പറയും. പർവ്വത മഴ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ ഈ നമ്മളെന്ത് ചെയ്യുന്നു, വായു നേരെ കടലിൽ നിന്നും നീരാവി പൂരിതമായിട്ട് നമ്മളെന്ത് ചെയ്യുന്നു, കടലിൽ നല്ല നീരാവിയുള്ള വായു നേരെ വരുന്നു. അത് നേരെ മലയുടെ മുകളിലേക്ക് തട്ടും, മലയുടെ സൈഡ് തട്ടിയിട്ട് മുകളിലേക്ക് ഉയരുന്നു. എന്നിട്ട് അവിടുന്ന് ക്ലൗഡ് മേഘമായിട്ട് രൂപം കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, മൗണ്ടൈൻ്റെ പർവ്വതത്തിൻ്റെ ഒരു സൈഡിൽ മാത്രം മഴ നൽകുന്നു. അതിനാണ് പർവ്വത മഴ, ഓറോഗ്രാഫിക് റെയിൻഫാൾ എന്ന് പറയുന്നത്. അതേസമയം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മഴ കിട്ടുന്നില്ല. ഈ റെയിൻ മഴ കിട്ടാത്ത സ്ഥലത്ത് നമ്മൾ എന്താ വിളിക്കുക, റെയിൻ ഷാഡോ റീജിയൻ അഥവാ മഴ നീയൽ പ്രദേശം എന്നാണ് വിളിക്കാറുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് എന്താണെന്ന് മാത്രമാണ് ഈ ലൈവിൽ ഞാൻ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത്. എന്നാൽ രണ്ടാമത്താണ് മക്കളെ സംവഹന വൃഷ്ടി എന്ന് പറയുക, കൺവെൻഷണൽ റെയിൻഫാൾ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൾസോ നോൺ ആസ് 4 o'clock റെയിൻഫാൾ അഥവാ നമ്മൾ എന്ത് ചെയ്യുക 4 മണി മഴ എന്ന് വിളിക്കാറുണ്ട്. കാരണം എന്ത് ചെയ്യുന്നു, ഉഷ്ണകാലത്ത് നല്ല ചൂടുള്ള സമയത്ത് എന്ത് ചെയ്യുന്നു, ഉച്ച സമയത്ത് നല്ല ഇവാപ്പറേഷൻ ഉണ്ടാവുന്നു, നന്നായിട്ട് ബാഷ്പീകരിച്ചിട്ട് വെള്ളം മുകളിലേക്ക് വരുന്നു. അത് നിന്ന് ക്ലൗഡായിട്ട് രൂപം കൊണ്ട് ഉച്ച തിരിഞ്ഞിട്ട് മഴ പെയ്യുന്നതിനാണ് 4 മണി മഴ എന്ന് വിളിക്കുന്നത്. കൺവെൻഷണൽ റെയിൻഫാൾ എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ വിളിക്കുന്ന സംവഹന മഴ എന്ന് പറയുന്നത്. ഏറ്റവും അവസാനത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ചക്രവാത ചുഴി എന്ന് പറഞ്ഞാൽ സൈക്ലോണിക് റെയിൻഫാൾ. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഫ്രോണ്ടൽ റെയിൻഫാൾ, വാതമുഖ മഴ എന്ന് വിളിക്കാറുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, തണുത്ത വായും ചൂടുള്ള വായും കൂടെ ഒരുമിച്ച് കൂട്ടുമുട്ടുന്ന സമയത്ത് ആ ഒരു ബോർഡർ ഏരിയയിൽ വരുന്നതാണ് ചക്രവാത ചുഴി എന്ന് പറയുന്ന നമ്മൾ എന്ത് ചെയ്യുന്നു, സൈക്ലോണിക് റെയിൻഫാൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഇത്രയും ഭാഗങ്ങളിൽ നിന്നാണ് പരീക്ഷയ്ക്ക് ഫസ്റ്റ് ചാപ്റ്ററിന് essay ക്വസ്റ്റ്യൻ വരാൻ സാധ്യത. എന്നാൽ 6ാമത്തെ ചാപ്റ്ററിന് essay ക്വസ്റ്റ്യൻ വരാൻ എൻ്റെ മനസ്സ് പറയുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഏതാണെന്നോ, 1ാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ വെതറിങ്ങിൻ്റെ ഭാഗമാണ്, അഥവാ അപക്ഷയത്തിൻ്റെ ഭാഗം. നമ്മൾ അപക്ഷയം പഠിച്ചിട്ടല്ലോ. 3 തരത്തിലാണ് ആക്ച്വലി അപക്ഷയമുള്ളത്, 3 തരത്തിലാണ് വെതറിങ് ഉള്ളത്. ഏതൊക്കെയാണ് മക്കളെ? നമ്മുടെ സയൻസിലെ 3 സബ്ജക്റ്റുകൾ പഠിച്ചു വെക്കാം. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി അല്ലേ? അത് തന്നെയാണ് പേരുകൾ. ഫിസിക്കൽ വെതറിങ്, കെമിക്കൽ വെതറിങ്, ബയോളജിക്കൽ വെതറിങ്. അഥവാ മലയാളത്തിലാണ് എന്ത് വിളിക്കും, ഭൗതിക അപക്ഷയം, രാസിക അപക്ഷയം, ജൈവിക അപക്ഷയം എന്നാണ് വിളിക്കാറുള്ളത്. അതിൽ മക്കളെ ഫിസിക്കൽ വെതറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൗതിക അപക്ഷയം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ താപ വ്യത്യാസം മൂലം എന്ന് വെച്ചാൽ നമ്മൾ ചൂടിലുള്ള വ്യത്യാസം മൂലം എന്ത് ചെയ്യുന്നു, നമ്മുടെ പാറകൾ ഈ പൊട്ടുക, ആ പാറകളൊക്കെ പൊട്ടുന്നതാണ് എന്ത് വിളിക്കുക, നമ്മുടെ പാറകൾ ഈ ചൂട് കാരണമോ മറ്റൊക്കെ എന്ത് ചെയ്യുന്നു, ആ പാറകളിൽ വിള്ളലുകൾ വരിക, നമ്മളെ ക്രാക്കുകളൊക്കെ വീഴില്ല, അതിനെ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ. നമ്മൾ ഫിസിക്സിലൊക്കെ എന്താണ്, നമ്മൾ ബലത്തെക്കുറിച്ചൊക്കെ പഠിക്കാം. അത് ആലോചിക്കുന്നത്, ഫിസിക്സിലൊക്കെ നമ്മൾ ബലത്തെക്കുറിച്ചൊക്കെ പഠിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു, നല്ല ചൂടുണ്ടാവണം, ആ ചൂടാണ് സമയത്ത് പാറയൊക്കെ പൊട്ടി പോകുന്നു, അതാണ് ഫിസിക്കൽ എന്ന് വെച്ചാൽ ഭൗതിക അപക്ഷയം എന്ന് പറയാം. എന്നാൽ രാസികം എന്ന് പറഞ്ഞ സമയത്ത് എന്തായാലും, രാസികം എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയാണ്. അപ്പോൾ കെമിസ്ട്രി ആവുന്ന സമയത്ത് ലാബിൽ കുറേ നമ്മൾ കെമിക്കൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യില്ല. അതുപോലെ തന്നെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ജലമൊക്കെ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ മണ്ണിലേക്ക് തന്നിട്ട് ഈ മണ്ണുമായിട്ട് എന്ത് ചെയ്യുന്നു, ആ കല്ലുമായിട്ട് തന്നെ കൂടിച്ചേർന്നിട്ട് അതിൽ രാസിക പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കെമിക്കൽ ചേഞ്ചസ് കാരണമായിട്ട് പൊട്ടി പോവുകയാണ്. അതിൻ്റെ രാസിക അപക്ഷയം. ജൈവികം എന്ന് പറയുമ്പോൾ ജൈവികം, ബയോളജി എന്ന് പറഞ്ഞാൽ ചെടികളൊക്കെ ഉണ്ടാവും. അതാലോചിക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു ചെടിയുടെ വേരൊക്കെ എന്ത് ചെയ്യുന്നു, ഈ പാറയുടെ ഉള്ളിലൂടെ ഫിഷർസിലൂടെ എന്ത് ചെയ്യുന്നു, പാസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ആ പാറകൾക്കെല്ലാം വിള്ളലുകൾ വരുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ജൈവിക അപക്ഷയം അഥവാ ബയോളജിക്കൽ വെതറിംഗ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ 3 തരത്തിലുള്ള വെതറിംഗ് പഠിച്ചു വെക്കാം, പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്ന ഒരു സാധനം കൂടിയാണ് നമ്മുടെ എക്സോജനിക് മൂവ്മെന്റും എൻഡോജനിക് മൂവ്മെന്റും ഉണ്ടല്ലോ, അത് രണ്ടും മക്കളൊന്ന് പഠിച്ചു വെക്കണം. അതിൽ തന്നെ ഏറ്റവും ഫോക്കസ് ചെയ്തിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഉരുൾപൊട്ടലിന്റെ ഭാഗത്ത് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. മക്കൾക്ക് അറിയാലോ, ഉരുൾപൊട്ടൽ എന്ന് പറയുന്നതിന്റെ പ്രത്യേകത കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ. ഉരുൾപൊട്ടൽ വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിതീവ്രമായ മഴ, എക്സസീവ് റെയിൻഫാൾ വരാം, കുത്തനെയുള്ള മലകൾ ആയതുകൊണ്ട് നമുക്ക് വരാം, വനനശീകരണം, ഡീഫോറസ്റ്റേഷന്റെ കാരണമായിട്ട് വരാം ഉരുൾപൊട്ടൽ. അതുകൊണ്ടെല്ലാം നമുക്ക് ഉരുൾപൊട്ടലിനുള്ള സാധ്യതകളുണ്ട്. ഇത് വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പേടിക്കേണ്ട, പരിഭ്രാന്തരാവരുത്. അതാ പറയുന്നത്, സ്റ്റേ കാം ആൻഡ് ഡു നോട്ട് പാനിക്. വലിയ പേടിച്ചിട്ട് ബേജാറാവാതെ നിൽക്കുക ഡ്യൂറിംഗ് ദ ഉരുൾപൊട്ടൽ. ഇഫ് യു ആർ ഇൻസൈഡ് ഓഫ് ഹൗസ്, വീടിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ
ടേക്ക് എ ഷെൽട്ടർ അണ്ടർ ദ ടേബിൾ. ഒരു ടേബിളിൻ്റെ ഒക്കെ താഴെ പോയിട്ട് സേഫായിട്ട് നിൽക്കുക. അപ്പോൾ എന്താണ്, ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ ടെറസൊക്കെ വീഴുകയാണെങ്കിൽ ഈ ടേബിളിൽ നിന്നിട്ട് തടഞ്ഞു നിൽക്കണം. അങ്ങനെ കട്ടിയുള്ള എന്തെങ്കിലും സാധനത്തിന് താഴെ പോയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ ഈ ഉരുൾപൊട്ടൽ സംഭവിച്ചു കഴിഞ്ഞാൽ ദുരന്തത്തിന് ശേഷം എന്താണ്, ആംബുലൻസിനൊക്കെ മറ്റു പോകാനുള്ള വഴി ഒക്കെ എന്ത് ചെയ്യുക, നമ്മൾ സൗകര്യങ്ങളൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ വൈദ്യുതി ലൈനുകളിലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഉദ്യോഗസ്ഥരെ കാര്യങ്ങളൊക്കെ അറിയിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എൻഡോജനിക് മൂവ്മെന്റും എക്സോജനിക് മൂവ്മെന്റും കൂടെ മക്കൾ പഠിച്ചെടുക്കണം. ഏറ്റവും അവസാനമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു സാധനം കൂടെ പറഞ്ഞുതരാം. നമ്മുടെ വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടല്ലോ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, അത് ഹൗ ഇറ്റ്സ് യൂസ്ഫുൾ ടു മാൻ, അത് എങ്ങനെയാണ് മനുഷ്യർ ഉപകാരപ്പെടുന്നത് എന്നും കൂടെ ചിലപ്പോൾ ഈ ചാപ്റ്ററിന് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ മക്കൾ കൃത്യമായിട്ട് പഠിച്ചേക്കാം. ഇവയാണ് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് മക്കൾ ശ്രദ്ധിക്കേണ്ട ഭാഗം. അപ്പോൾ ജോഗ്രഫിയുടെ ഭാഗത്തുള്ള എസ്സേ ക്വസ്റ്റ്യൻ വന്നല്ലോ, ഇനി ഇതുപോലെ ഹിസ്റ്ററിയുടെ ഭാഗത്തുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇനി നമ്മുടെ സോഷ്യൽ സയൻസിന്റെ ഭാഗത്ത് ഓരോ വീഡിയോസുകളും വേണ്ടത്, മക്കൾ തൊട്ട് താഴെ കമന്റ് ചെയ്താൽ മതി. നമ്മൾ ഓരോന്നായിട്ട് ഞാനും ജേസ് സാറും അമീൻ സാറും ഇവിടെ സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റിത്തരും. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ തന്നൊരു വാക്കാണ് ലേൺ വിത്ത് മാസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളത്. ഇതിലൊരു മാറ്റവുമില്ല. അത് ഞങ്ങൾ ഇപ്പോഴേ പറഞ്ഞു തരുന്ന വാക്കാണ്. നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സുകളും, പുതിയ സിലബസ് ആയിക്കോട്ടെ, പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ, ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യമില്ല. എല്ലാ സബ്ജക്റ്റുകളും എല്ലാ ചാപ്റ്റേഴ്സുകളും ഞങ്ങൾ നിങ്ങൾക്ക് സെറ്റാക്കിയിട്ട് തന്നിരിക്കും. ഇത് ഞങ്ങളുടെ വാക്കാണ്. സോ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതിൻ്റെ ഇടയിൽ, ലേൺ വിത്ത് മാസ്റ്റേഴ്സിന്റെ കൂടെ ഉണ്ടാകുന്നതിൻ്റെ ഇടയിൽ തൊട്ട് താഴെ മക്കളുടെ എല്ലാവരുടെയും കമന്റിന്റെ ഒരു ചാകര അവിടെ വരട്ടെ, ലേൺ വിത്ത് മാസ്റ്റേഴ്സ് എന്ന്. നമുക്ക് അതിനു വേണ്ടി ഒരുങ്ങാൻ വേണം.